ലെജൻസ് വീണ്ടും ഒന്നിക്കുന്നു. ഏതൊക്കെയാണ് ആ രണ്ട് ലെജൻസ്? 1994 പൊന്തന്മാട എന്ന് പറഞ്ഞ സിനിമ, ടി വി ചന്ദ്രൻ, ഗംഭീര സിനിമയായിരുന്നു. കൊമേഴ്ഷ്യലി സക്സസ് ഒന്നും അല്ല. ടി വി ചന്ദ്രൻ്റെ സിനിമകളൊന്നും കൊമേഴ്ഷ്യലി വലിയ സക്സസ് ആകുന്ന സിനിമകളല്ല. പക്ഷേ ആ സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നാഷണൽ അവാർഡിൽ വിധേയനും പൊന്തന്മാടയോട് മത്സരിക്കുകയും 2 ചിത്രങ്ങൾ കൂടാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് കിട്ടുന്നത്. അതൊരുപാട് പേര് പിന്നീട് പറഞ്ഞ് ചർച്ച ചെയ്തതാണ്. കാരണം ഒരേ നടൻ 2 വ്യത്യസ്ത കഥാപാത്രങ്ങൾ, വിധേയനകത്തെ ഭാസ്കര പട്ടേലിനും ഇവിടെ പൊന്തന്മാടയ്ക്കകത്തെ മാടയായിട്ടും അടിയനായിട്ടും തമ്പുരാൻ പോലുള്ളൊരു കഥാപാത്രവും ചെയ്ത് വ്യത്യസ്തമാക്കി. ഈ പൊന്തന്മാടയ്ക്കകത്ത് ശക്തനായിട്ട് അതിശക്തനായിട്ടുള്ള വേണമെങ്കിൽ നായക കഥാപാത്രം പോലെ ചെയ്തേക്കുന്ന ഒരാളുണ്ടായിരുന്നു. ഇച്ചിരി നല്ല ഗംഭീരമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നടൻ നസറുദ്ദീൻ ഷാ. നമുക്കിപ്പം ഓംപുരി, നസറുദ്ദീൻ ഷാ എന്നൊക്കെ പറയുന്ന ഒരു അഭിനയം കൊണ്ട് വിസ്മയിപ്പിക്കുന്ന നടന്മാരാണ്. അന്നേരം ആ പൊന്തന്മാടയ്ക്കകത്ത് മമ്മൂട്ടിയും നസറുദ്ദീൻ ഷായുടെ ഒന്നിച്ചൊരു സിനിമയാണ്, ആദ്യത്തെ സിനിമയാണ്. അതിനുശേഷം ഇപ്പം വീണ്ടും 32 കൊല്ലത്തിന് ശേഷം ഓം എന്ന് പറഞ്ഞ തമിഴ് പടത്തിന് വേണ്ടി, അതായത് ധനുഷ് പടത്തിന് വേണ്ടി D55 മമ്മൂട്ടി അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. ഒട്ടും നിസാര ഒരു കഥാപാത്രമല്ല, ഗംഭീര കഥാപാത്രമാണ്. ഏകദേശം 50-55 ദിവസം ഡേറ്റ് തന്നെ മമ്മൂട്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലെങ്തിയുള്ള കഥാപാത്രമാണ്. അതിനകത്ത് നസറുദ്ദീൻ ഷാ ജോയിൻ ചെയ്തിട്ടുണ്ട്. അന്നേരം 32 വർഷത്തിന് ശേഷം മമ്മൂട്ടിയും നസറുദ്ദീൻ ഷായും ജോയിൻ ചെയ്യുമ്പം അല്ലെങ്കിൽ ഒന്നിക്കുമ്പം എന്തായാലും ഒരു മോശം ചിത്രമാകാൻ ചാൻസ് ഇല്ല. അഭിനേതാക്കളുടെ അഭിനയ മികവ് കൂടി നമുക്ക് ആ ചിത്രത്തിലൂടെ കാണാൻ പറ്റും.